ഈശോ പറയുന്നു, നീ കാണുന്ന കാര്യങ്ങൾ നിന്നെയും മറ്റുള്ളവരെയും ഒരു പാഠം പഠിപ്പിക്കുന്നു. എളിമയുടെയും വിധേയത്വത്തിൻ്റെയും പരസ്പര യോജിപ്പിൻ്റെയും പാഠം. എല്ലാ ക്രിസ്തീയ കുടുംബങ്ങൾക്കും, പ്രത്യേകിച്ച് ദുരിതങ്ങളുടെ ഈ കാലഘട്ടത്തിലെ ക്രിസ്തീയ കുടുംബങ്ങൾക്ക് മാതൃകാ പാഠമാണ്. ദരിദ്രമായ ഒരു വീട് നീ കണ്ടു. കൂടുതൽ ദയനീയമായിരിക്കുന്നത് അന്യനാട്ടിലെ ഒരു ദരിദ്ര കുടുംബം എന്ന വസ്തുതയാണ്. നല്ല കത്തോലിക്കർ പ്രാർത്ഥിക്കുന്നവരും വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നവരുമായിരിക്കണമല്ലോ. അതിനാൽ ധാരാളം പേർ പ്രാർത്ഥിക്കുകയും എന്നെ കൈക്കൊള്ളുകയും ചെയ്യുന്നുണ്ട്. അതെല്ലാം ഓരോ കാര്യസാധ്യത്തിനു വേണ്ടിയാണ്, അല്ലാതെ അവരുടെ ആത്മീയ ആവശ്യങ്ങൾ മുൻനിർത്തിയോ ദൈവമഹത്വത്തിനോ വേണ്ടിയോ അല്ല. സ്വാർത്ഥത കൂടാതെ പ്രാർത്ഥിക്കുന്നവർ ദുർലഭമാണ്. പലരും തങ്ങളുടെ ജീവിതം ഐശ്വര്യപൂർണവും സന്തോഷപ്രദവും സാമ്പത്തിക സൗകര്യമുള്ളതും പ്രയാസങ്ങളോ വേദനകളോ ഇല്ലാത്തതുമാണെന്ന് നടിക്കുന്നുണ്ട്. ജോസഫിനും മേരിക്കും സത്യദേവമായ എന്നെ അവരുടെ പുത്രനായി ലഭിച്ചു. എങ്കിലും തങ്ങളുടെ ദരിദ്ര ജീവിതം സ്വന്തം നാട്ടിൽ നയിക്കാനുള്ള സാഹചര്യം പോലും അവർക്കില്ലാതെ വന്നു. സ്വന്തം നാട്ടിൽ ആളുകൾ അവരെ അറിയും. സ്വന്തമായി ഒരു ചെറിയ വീടെങ്കിലും ഉള്ളതുകൊണ്ട് മറ്റു പല പ്രശ്നങ്ങളുടെയും കൂടെ അതും ഒരു പ്രശ്നമാകാതിരുന്നേനെ. തങ്ങളെ അറിയുന്ന ആളുകളുടെ ഇടയിൽ ജോലി കണ്ടുപിടിക്കാനും അങ്ങനെ ഉപജീവനം നേടാനും എളുപ്പമാകുമായിരുന്നു. ഞാൻ അവരുടെ കൂടെ ആയിരുന്നത് മൂലം അവർ രണ്ടുപേരും അഭയാർത്ഥികളാകേണ്ടി വന്നു. വ്യത്യസ്തമായ കാലാവസ്ഥ, വ്യത്യസ്തമായ നാട്, ഗ്ലീല രാജ്യത്തോട് താരതമ്യപ്പെടുത്തിയാൽ വിഷാദമുളവാക്കുന്ന സ്ഥലം, അറിഞ്ഞുകൂടാത്ത ഭാഷ, വ്യത്യസ്തമായ പെരുമാറ്റ രീതി, അറിയാത്ത ജനങ്ങൾക്കിടയിലെ ജീവിതം. തങ്ങൾക്ക് പരിചയമില്ലാത്ത അഭയാർത്ഥികളെ പ്രായേണ എല്ലാവർക്കും അവിശ്വാസമാണ്. ഇവയെല്ലാം അവർക്ക് സഹിക്കേണ്ടി വന്നു. അവരുടെ ചെറിയ വീട്ടിലുണ്ടായിരുന്ന സാധന സാമഗ്രികൾ അവർക്ക് ഇഷ്ടപ്പെട്ടവയും സൗകര്യപ്രദമായി നിർമ്മിച്ചവയും ലളിതമെങ്കിലും അത്യാവശ്യവുമായിരുന്നു. ഇപ്പോഴത്തെ കടുത്ത ദാരിദ്ര്യത്തിൻ്റെ ശൂന്യതയിൽ അവയെല്ലാം ആഡംബരമായി തോന്നിക്കുമായിരുന്നു. അവയെല്ലാം നഷ്ടപ്പെടുത്തിയാണ് അവർക്ക് പോകേണ്ടി വന്നത്. സ്വന്തം നാടിനെയും വീടിനെയും ഓർത്ത് അവർ ദുഃഖിച്ചു. ഉപേക്ഷിച്ചു പോന്നവ നശിച്ചു പോകുമല്ലോ എന്ന ഉത്കണ്ഠയുമുണ്ട്. അവരുടെ ചെറിയ അടുക്കളത്തോട്ടം ആരും അന്വേഷിക്കാനില്ലാതെ മുന്തിരിയും അത്തിമരങ്ങളും ചെടികളുമെല്ലാം നശിച്ചു പോകും. എല്ലാ ദിവസവും ഭക്ഷണത്തിനും വസ്ത്രത്തിനും വിറകിനും പിന്നെ ശിശുവായ എനിക്കും വേണ്ടി പണച്ചെലവുണ്ടായി. ശിശുവായ എനിക്ക് അവരുടെ ഭക്ഷണം പറ്റുകയില്ലല്ലോ. ഹൃദയത്തിൽ അവർക്ക് ദുഃഖമുണ്ടായിരുന്നു. സ്വന്തം വീടിനെ ഓർത്തുള്ള ദുഃഖം, ഭാവിയെക്കുറിച്ചുള്ള അനിശ്ചിതത്വം. ആളുകളുടെ അവിശ്വാസം, പ്രത്യേകിച്ച് ആദ്യ നാളുകളിൽ തങ്ങളറിയാത്ത രണ്ടുപേർ ജോലി അന്വേഷിക്കുമ്പോൾ ജോലി കൊടുക്കാൻ വിശ്വാസമില്ലായ്മ, ഇവയെല്ലാം ദുഃഖഹേതുക്കളായിരുന്നു. ഇങ്ങനെയെല്ലാം ആണെങ്കിലും നീ തന്നെ കണ്ടതുപോലെ ആ ഭവനത്തിൽ പ്രശാന്തതയും പുഞ്ചിരിയും ഐക്യവും നിറഞ്ഞു കവിഞ്ഞു പ്രസരിക്കുന്നു. പരസ്പര ധാരണയോടെ അതിനെ കൂടുതൽ മനോഹരമാക്കാൻ ശ്രമിക്കുന്നു. അതിൻ്റെ അടുക്കളത്തോട്ടം അവർ ഉപേക്ഷിച്ചു പോകുന്ന പച്ചക്കറിത്തോട്ടം പോലെയാക്കാൻ ബന്ധപ്പെടുന്നു. അവർക്ക് ഒരേയൊരു ചിന്ത മാത്രമേയുള്ളൂ, ഞാൻ ദൈവത്തിൽ നിന്നും വന്നിരിക്കുന്നതിനാൽ ആ നാട് എനിക്ക് ശത്രുതയും അപ്രീതിയും അനുഭവപ്പെടുന്നതാകരുതേ എന്ന്. ദൈവവിശ്വാസികളുടെയും ബന്ധുക്കളുടെയും സ്നേഹം ഏതെല്ലാം വിധത്തിലാണ് അവർ കാണിച്ചത്. അനേകം മണിക്കൂർ അധികം ജോലി ചെയ്താണ് എനിക്ക് പാൽ ലഭിക്കാൻ വേണ്ടി ഒരു ആടിനെ വാങ്ങിയത്. എനിക്കായി തടിക്കഷ്ണങ്ങൾ കൊണ്ട് പലതരം കളിപ്പാട്ടങ്ങൾ ഉണ്ടാക്കിയവർ എനിക്കായി പഴങ്ങൾ വാങ്ങിയത് തങ്ങൾക്ക് തന്നെ ഭക്ഷണം നിഷേധിച്ചുകൊണ്ടാണ്. ഓ, ഭൂമിയിലെ എൻ്റെ പ്രിയപ്പെട്ട അപ്പൻ ദൈവത്താൽ എത്രയധികം സ്നേഹിക്കപ്പെട്ടു. അത്യുന്നത സ്വർഗത്തിൻ്റെ പിതാവും ഭൂമിയിൽ രക്ഷകനായി വന്ന പുത്രനും അദ്ദേഹത്തെ സ്നേഹിച്ചു. ആ ഭവനത്തിൽ ക്ഷിപ്രകോപമില്ല, ദ്വേഷമില്ല, മുഖമാറ്റമില്ല, പരസ്പര കുറ്റാരോപണമില്ല. തങ്ങളെ ഭൗമിക സമ്പത്തുകൾ നൽകി സമ്പന്നരാക്കാത്തതിൽ ദൈവത്തോടൊട്ടും പരിഭവവുമില്ല. ജോസഫ് തനിക്കുണ്ടാകുന്ന പ്രയാസങ്ങൾക്കെല്ലാം കാരണം മേരിയാണെന്ന് പരാതിപ്പെടുന്നില്ല. കൂടുതൽ പണം സമ്പാദിക്കാൻ കഴിവില്ലാത്തതിൻ്റെ പേരിൽ ജോസഫിനെ മേരി കുറ്റപ്പെടുത്തുന്നില്ല. പരിശുദ്ധമായ സ്നേഹത്താൽ അവർ പരസ്പരം ബന്ധിക്കപ്പെട്ടിരുന്നു. അതുമാത്രം. അതിനാൽ സ്വന്തം സുഖത്തെ ഓർത്തവർ പര്യകുലരാകുന്നില്ല. മറ്റേയാളിൻ്റെ സുഖത്തിന് പ്രാധാന്യം നൽകുന്നു. യഥാർത്ഥ സ്നേഹം സ്വാർത്ഥതയില്ലാത്തതാണ്. ആത്മാർത്ഥമായ സ്നേഹം ചാരിത്രമുള്ളതാണ്.
കന്യാത്വവും വിരക്തിയും പാലിച്ച ഇരുവരെയും പോലെ ആത്മാർത്ഥമായ പരസ്പര സ്നേഹമുള്ളവർ ചാരിത്രമുള്ളവരായിരിക്കും. ചാരിത്രം ഉഭയോട് ചേരുമ്പോൾ വളരെയേറെ സുഹൃതങ്ങൾ അതിൽ നിന്നുണ്ടാകും. തന്മൂലം ചാരിത്രത്തോടെ പരസ്പരം സ്നേഹിക്കുന്നതിൽ പരിപൂർണരായിത്തീരുന്നു. ജോസഫും മേരിയും തമ്മിലുള്ള സ്നേഹം പരിപൂർണ സ്നേഹമായിരുന്നു. അത് മറ്റെല്ലാ സുഹൃത്തുക്കൾക്കും പ്രചോദനം നൽകി. പ്രത്യേകിച്ചും ദൈവത്തെ സ്നേഹിക്കുന്നതിനും അവിടുത്തെ നിരന്തരം സ്തുതിക്കുന്നതിനും അതവരെ സഹായിച്ചു. ദൈവത്തിൻ്റെ തിരുവിഷ്ടം തങ്ങളുടെ ശരീരത്തിനും മനസ്സിനും വേദന ഉളവാക്കിയപ്പോഴും എല്ലാ നാഴികയിലും അവർ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്നു. കാരണം അവർ രണ്ടുപേരിലും അരൂപി വളരെ ശക്തമായിരുന്നു. അതിനാൽ ദൈവപുത്രൻ്റെ കാവൽക്കാരായി തിരഞ്ഞെടുക്കപ്പെട്ടതിലുള്ള അപാരമായ നന്ദിയോടെ അവർ ദൈവത്തെ നിരന്തരം സ്തുതിച്ചു. ആ വീട്ടിൽ അവർ പ്രാർത്ഥിച്ചു. ഇക്കാലത്ത് നിങ്ങളുടെ വീടുകളിൽ പ്രാർത്ഥന വളരെ കുറവാണ്. സൂര്യൻ ഉദിക്കുകയും അസ്തമിക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ജോലി തുടങ്ങുന്നു, ഭക്ഷണത്തിനിരിക്കുന്നു, ദൈവത്തെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നു പോലുമില്ല. ഒരു പുതിയ ദിവസം നിങ്ങൾ കാണുവാനിടയാക്കിയത് ദൈവമല്ലേ? തുടർന്ന് ജീവിച്ച ഒരു പുതിയ രാത്രി കാണാൻ ആയുസ് തന്നതും ദൈവമല്ലേ? നിങ്ങൾക്ക് ഭക്ഷണം, വസ്ത്രം, വീട് ഇത്യാദി ആവശ്യങ്ങൾക്കെല്ലാം വേണ്ട പണം സമ്പാദിക്കാൻ നിങ്ങളുടെ ജോലിയെ അനുഗ്രഹിക്കുന്നത് ദൈവമല്ലേ? നല്ല ദൈവത്തിൽ നിന്നും വരുന്നതെല്ലാം നല്ലതാണ്. അത് ദാരിദ്ര്യമാണെങ്കിലും അധികമില്ലെങ്കിലും സ്നേഹം അതിന് രൂപവും രുചിയും നൽകുന്നു. നിത്യനായ സൃഷ്ടാവിൽ സ്നേഹമുള്ളൊരു പിതാവിനെ കാണാൻ സഹായിക്കുന്ന ദൈവസ്നേഹം എല്ലാറ്റിനെയും സംതൃപ്തിയോടെ സ്വീകരിക്കാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്നു. ആ വീട്ടിൽ മിതവ്യയ ശീലമുണ്ട്. ധാരാളം പണം അവർക്കുണ്ടെങ്കിലും ഈ ശീലം അവിടെയുണ്ട്. അവർ ഭക്ഷണം കഴിക്കുന്നത് ജീവിക്കാൻ വേണ്ടിയാണ്, അല്ലാതെ ഭക്ഷണാസക്തിയെ തൃപ്തിപ്പെടുത്താനല്ല. കൊതിയന്മാരും ഭോഗാസക്തരും എത്ര ഭക്ഷിച്ചാലും മതിയാകാത്തവരാണ്. അവർ രോഗം വരുത്തിവെക്കും വരെ ഭക്ഷിക്കുന്നു. വില കൂടിയ ഭക്ഷണം കഴിച്ച് സ്വത്ത് നശിപ്പിക്കുന്നു. ഒന്നും കഴിക്കാനില്ലാതെയും ആവശ്യത്തിനു മാത്രം ഭക്ഷണം ലഭിക്കാൻ മാർഗമില്ലാതെയും കഷ്ടപ്പെടുന്നവരെക്കുറിച്ച് അവർക്കൊരു ചിന്തയുമില്ല. തങ്ങൾ മിതത്വം പാലിക്കുന്ന പക്ഷം വിശപ്പിൻ്റെ വേദനയിൽ നിന്ന് അനേകരെ വിമുക്തരാക്കാമെന്ന് അവർ വിചാരിക്കുന്നില്ല. ആ വീട്ടിൽ അവർ ജോലിയെ സ്നേഹിക്കുന്നു. ധാരാളം പണമുണ്ടായിരുന്നുവെങ്കിൽ തന്നെയും അവർ ജോലിയെ സ്നേഹിക്കുമായിരുന്നു. കാരണം ജോലി ചെയ്യുന്ന മനുഷ്യൻ ദൈവകൽപ്പനയെ അനുസരിക്കുകയും തിന്മകളിൽ നിന്ന് സ്വതന്ത്രനാവുകയും ചെയ്യുന്നു. അനങ്ങാതെ പാറമേൽ ഐവി കയറിപ്പടർന്ന് അതിനെ അള്ളിപ്പിടിച്ച് പൊതിയുന്നത് പോലെ മടിയനെ തിന്മകൾ ഇന്ന് പടർന്ന് ശ്വാസം മുട്ടിക്കുന്നു. ശരിക്കും ജോലി ചെയ്തു കഴിയുമ്പോൾ ഭക്ഷണം രുചികരമാണ്. വിശ്രമം ശാന്തവും സന്തോഷകരവുമാണ്. ജോലികൾക്കിടയിൽ കിട്ടുന്ന വിശ്രമ സമയം ശരിക്ക് ആസ്വദിക്കുകയും ചെയ്യാം. ജോലിയെ സ്നേഹിക്കുന്നവരുടെ ഹൃദയങ്ങളിലും വീട്ടിലും തിന്മ വളരുകയില്ല. തിന്മയുടെ അഭാവത്തിൽ പരസ്പര സ്നേഹം, ബഹുമാനം, മതിപ്പ് എന്നിവ വർദ്ധിക്കുന്നു. പരിശുദ്ധമായ അത്തരം അന്തരീക്ഷത്തിൽ വളരുന്ന ഇളം പൈതങ്ങൾ ഭാവിയിൽ പരിശുദ്ധമായ കുടുംബങ്ങൾ സ്ഥാപിക്കുന്ന വ്യക്തികളായിത്തീരുന്നു. ആ വീട്ടിൽ എളിമ ഭരണം നടത്തുന്നു. അഹങ്കാരികൾക്ക് എളിമയുടെ എത്ര നല്ല പാഠം! വെറും സ്വാഭാവിക രീതിയിൽ നോക്കുന്ന പക്ഷം മേരിക്ക് അഹങ്കരിക്കാൻ 1000 കാരണങ്ങളുണ്ടായിരുന്നു. ജോസഫ് തന്നെ ആരാധിക്കണമെന്ന് അവൾക്ക് വിചാരിക്കാമായിരുന്നു. പല സ്ത്രീകളും അഹങ്കരിക്കുന്നത് ഒന്നുകിൽ തങ്ങൾക്ക് അല്പം കൂടി വിദ്യാഭ്യാസമുണ്ട്, അല്ലെങ്കിൽ കുടുംബശ്രേഷ്ഠതയുണ്ട്, അതുമല്ലെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബത്തേക്കാൾ സ്വത്തുള്ള കുടുംബമാണ് തൻ്റേതെന്നും മറ്റും ചിന്തിച്ചാണ്. മേരി ദൈവത്തിൻ്റെ മണവാട്ടിയും മാതാവുമാണ്. എങ്കിലും അവൾ ശുശ്രൂഷിക്കപ്പെടണമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അവൾ ജോസഫിന് ശുശ്രൂഷ ചെയ്യുന്നു. അദ്ദേഹത്തോടുള്ള സ്നേഹം അവൾ നിറഞ്ഞു നിൽക്കുന്നു. ജോസഫാണ് കുടുംബത്തലവൻ. അദ്ദേഹത്തിന് ഈ കുടുംബത്തിൻ്റെ തലവനാകാൻ അർഹതയുണ്ടെന്ന് ദൈവം നിശ്ചയിച്ചതാണ്. അവതരിച്ച വചനത്തെയും ദൈവത്തിൻ്റെ മണവാട്ടിയെയും കാത്തുപരിപാലിക്കാനുള്ള ചുമതല നൽകി. ജോസഫിനെ കുടുംബത്തലവനാക്കിയത് ദൈവമാണ്. എന്നാൽ മേരിയെ കൊണ്ട് ജോലി ചെയ്യിക്കാതിരിക്കുവാൻ ജോസഫ് ആഗ്രഹിക്കുന്നു. മേരി ക്ഷീണിച്ചു പോകാതിരിക്കാൻ വീട്ടിലെ ഏത് എളിമ ജോലിയും അദ്ദേഹം ചെയ്യുന്നു. മാത്രമല്ല, മേരിയെ സന്തോഷിപ്പിക്കാൻ വേണ്ടി വീട് കൂടുതൽ സുഖപ്രദമാക്കാനും തങ്ങളുടെ തോട്ടം ഭംഗിയുള്ളതാക്കാനും ജോസഫ് അങ്ങേയറ്റം പരിശ്രമിക്കുന്നു. ആ വീട്ടിൽ
എല്ലാറ്റിനും നല്ല ക്രമമുണ്ട്. സ്വഭാവരീതം, ധാർമ്മികം, ഭൗതികം എന്നീ 3 തലത്തിലും ക്രമം പാലിക്കപ്പെടുന്നു. കുടുംബത്തിൻ്റെ പരമാധികാരിയും തലവനും ദൈവമാണ്. അവിടുന്ന് സ്നേഹിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്യുന്നു. സ്വഭാവരീത ക്രമം ജോസഫാണ് കുടുംബത്തലവൻ. അദ്ദേഹത്തെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു. ധാർമ്മിക ക്രമം വീട് ദൈവത്തിൻ്റെ ദാനമാണ്. അതുപോലെ തന്നെ വീട്ടുപകരണങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ പരിപാലനം എല്ലാറ്റിലും നാം കാണുന്നു. ആടിന് രോമവും പക്ഷികൾക്ക് തൂവലും മേച്ചിൽ സ്ഥലങ്ങൾക്ക് പുല്ലും മൃഗങ്ങൾക്കും വൈക്കോലും പക്ഷികൾക്ക് ധാന്യവും വൃക്ഷക്കൊമ്പുകളും താഴ്വരയിലെ ലില്ലിക്ക് ഉടുപ്പും നൽകുന്നത് ആരാണ്? ദൈവമല്ലേ. വീടും വീട്ടുസാമാനങ്ങളും വസ്ത്രങ്ങളുമെല്ലാം ദൈവത്തിൻ്റെ ദാനമായി കണ്ട് നന്ദിയോടെ സ്വീകരിച്ച് ഇവ നൽകിയ ദൈവതൃക്കരങ്ങളെ വാഴ്ത്തുകയും ദൈവദാനമായതുകൊണ്ട് അവയെ ബഹുമാനപൂർവ്വം കൈകാര്യം ചെയ്യുകയും ചെയ്യുന്നു. അവ ദരിദ്രമായതുകൊണ്ട് അവർ അസ്വസ്ഥരാകുകയോ അശ്രദ്ധമായി പെരുമാറുകയോ ചെയ്യുന്നില്ല. ദൈവത്തിൻ്റെ പരിപാലനയെ കുറ്റം പറയുന്നില്ല. ഭൗതിക ക്രമം. നസ്രത്തിലെ ഭാഷയിൽ അവർ പരസ്പരം പറഞ്ഞ വാക്കുകൾ നിനക്ക് മനസ്സിലായില്ല. അവരുടെ പ്രാർത്ഥനയുടെ വാക്കുകളും മനസ്സിലായില്ലല്ലോ. എന്നാൽ നീ കണ്ട കാര്യങ്ങൾ വലിയ പാഠങ്ങളാണ്. അവയെക്കുറിച്ച് ധ്യാനിക്കുക. നിങ്ങളെല്ലാവരും ധ്യാനിക്കുക. ദൈവത്തോടുള്ള കടമകളിൽ ധാരാളം വീഴ്ച വരുത്തിയിട്ടുള്ളത് നിമിത്തം വളരെ സഹിക്കാനിടയായി നിങ്ങൾ ധ്യാനിക്കുക. വിശുദ്ധരായ ആ ദമ്പതികൾ എൻ്റെ അമ്മയും അപ്പനും ഒരിക്കലും അവയിൽ വീഴ്ച വരുത്തിയില്ല. ഉണ്ണീശോയെ ഓർത്ത് നീ സന്തോഷിക്കുക. ശിശുവായ ഈശോയുടെ നടത്തമോർത്ത് നീ പുഞ്ചിരിക്കുക. അധികം താമസിയാതെ അവൻ കുരിശിൻ്റെ അടിയിൽ നടക്കുന്നത് നീ കാണും. അപ്പോൾ അത് കണ്ണീരിൻ്റെ ഒരു ദർശനമായിരിക്കും.